ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചെറിയ പെരുന്നാളല്ലേ, അപ്പൊ ഒരു വ്ലോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നേരത്തെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് അങ്ങനെ എല്ലാവർക്കും കുടിക്കാനുള്ള കാപ്പിയൊക്കെ ഇട്ട് അങ്ങനെ കാപ്പിക്ക് റെഡിയായി കപ്പിലൊക്കെ ഒഴിച്ച് ഇനി എല്ലാവർക്കും നമുക്ക് കുടിക്കാൻ കൊടുക്കും. ഇന്ന് രാവിലത്തേക്ക് നമുക്ക് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ആകുമ്പോൾ പെട്ടെന്ന് ജോലിക്ക് ഒതുങ്ങാമല്ലോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കണ്ടേ, അപ്പോൾ ഒത്തിരി സമയമൊക്കെ പിടിക്കത്തില്ലയോ. അപ്പോൾ ആണുങ്ങൾ പള്ളിയിൽ പോകാനൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ചുട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുക, എന്നിട്ട് അവരെ പള്ളിയിൽ പറഞ്ഞു വിടാം. അങ്ങനെ രാവിലെ കാപ്പിക്കുള്ള ചപ്പാത്തിയൊക്കെ ചുട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളച്ചോറിനില്ല വെള്ളം അടുപ്പിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം തിളച്ചിട്ട് നമുക്ക് അരിയിടാം. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയായി. അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡിയായി. ഇനി ചായ കൂടി ഒന്ന് ആയാൽ മതി. ഇന്ന് നമുക്ക് ആണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് അവർക്കുള്ള കാപ്പിയൊക്കെ കൊടുക്കാം. ഇക്കാനും ഷിജുവിനും പള്ളിയിൽ പറഞ്ഞ് അയച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സാവകാശം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് തയ്യാറാക്കാൻ സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് ജോലികളൊക്കെ ഒതുക്കാം. അപ്പം നീ വിചാരിച്ച് നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ഇന്ന് ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ പെരുന്നാളായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടല്ലോ ജോലിയൊക്കെ നമുക്ക് ഒതുങ്ങിക്കിട്ടാൻ. അങ്ങനെ കാപ്പി കുടിച്ച് അവർ പള്ളിയിൽ പോയി. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് എന്തൊക്കെയായിരുന്നു നോക്കാം. അപ്പോഴേക്കും അമ്മ ബീട്രൂട്ട് തോരൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബിരിയാണി വെക്കാമെന്ന് കരുതി ബിരിയാണിക്കുള്ള സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പേസ്റ്റ്, മല്ലിയില, പുതിന, പിന്നെ വറുക്കാനുള്ള ഉള്ളിയുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ പൈനാപ്പിൾ എസൻസ് ഉണ്ട്, റോസ് വാട്ടർ ഉണ്ട്. അങ്ങനെ എല്ലാം ഇവിടെ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മാന്റെ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ബിരിയാണിക്കുള്ള അരി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് ഭയങ്കര ഹറിബറിയാണ്, നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ സാമ്പാർ റെഡിയായി. അപ്പോഴേക്കും ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇങ്ങനെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ബിരിയാണിയിലോട്ട് ഇടാനുള്ള സവാള മുരിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി. കണ്ടോ, അങ്ങനെ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ പെരുന്നാളും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റി. അങ്ങനെ ബിരിയാണിക്ക് റെഡിയായി. ഇനി നമുക്ക് ഒന്ന് പപ്പടം കാച്ചണം. അമ്മാക്കുള്ള വെള്ളച്ചോറും കറികളും ഒക്കെ റെഡിയായി. അപ്പോഴേക്കും പള്ളിയിൽ പോയവരെല്ലാം തിരിച്ച് വന്ന് അവരെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വന്ന് ഇനി ഫുഡ് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എന്തൊക്കെ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ നോക്കാം. നല്ല സലാഡുണ്ട്, സാമ്പാറുണ്ട്, തോരനുണ്ട്, വെള്ളച്ചോറ്, അവിയൽ, അച്ചാറ്, ഇഞ്ചിക്കറി, രസം, മോരുകറി. ബിരിയാണിക്ക് റെഡിയായി. ഇനി നമുക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. ആദ്യം നമുക്ക് ഇക്കാക്ക് ഷിജുവിനും മിന്നൂനൊക്കെ ചോറ് കൊടുക്കാം. അപ്പം അങ്ങനെ വാഴയിലേക്ക് നിരത്തി അതിനകത്ത് സലാഡും മാങ്ങാച്ചാറും ഇട്ട് കൊടുത്ത് പിന്നെ ബിരിയാണി ഞങ്ങൾ എല്ലാവർക്കും വിളമ്പുന്ന തിരക്കിലാണ്. ഞങ്ങളിങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നല്ലെങ്കിൽ വാഴയിലോ അല്ലെങ്കിൽ വാങ്ങുന്ന പ്ലേറ്റിനകത്തോ ഇതുപോലെ ഞങ്ങൾ ചോറൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്. കാരണം നമുക്ക് അത്രയും ലാഭിക്കാമല്ലോ, പാത്രം കഴുകണ്ടല്ലോ. വാഴയിലാവുമ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാമല്ലോ. വാഴയിലാവുമ്പോൾ നമുക്ക് പാത്രം കഴുകേണ്ട, അത്രയും ജോലി നമുക്ക് എളുപ്പമാകും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എല്ലാവരും നല്ല പോലെ കഴിച്ചു കേട്ടോ. അങ്ങനെ അവർ നല്ല പോലെ വയറ് നിറച്ച് കഴിച്ച് എണീച്ച് അതിന് ശേഷം ഞാനും സുറുമിയും അമ്മയും കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും അത് പെരുന്നാൾ സ്പെഷ്യലും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.